ഇതേ എന്റെ അവകാശം ആണോ? എന്നാലേ അത് ചെയ്യണ്ട, ചെയ്യിക്കണ്ടെന്ന് ഗിരി പറഞ്ഞിട്ടുണ്ട്. പറയുമല്ലോ, പറയിപ്പിക്കുമല്ലോ. അതാണല്ലോ നിന്റെ മിടുക്ക്. സ്വന്തം സഹോദരിയെ ഞാനിവിടെ തൂണുപോലെ നിൽക്കുമ്പോ വന്നു കയറി നീ തന്നെ വേണം എന്റെ അനിയനെയും പെണ്ണിനെ അകത്തോട്ട് കയറ്റാൻ. ചെയ്തോ നിന്റെ സമയം. ഇതാണ് വീട്. ഇഷ്ടപ്പെട്ടോ? എന്ത് ചോദ്യ ചേച്ചി ഇത്? എന്നെ പോലൊരു പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതാണോ ഇതൊക്കെ? എന്താ അമ്മ വരാതിരുന്നേ? വന്നില്ല. നിനക്ക് എന്തൊക്കെ അറിയേണ്ടത്? എന്തറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞുതരാം. ഓ, നീയാണോ അപ്പോ നന്ദിനിയുടെ വക്താവ്? അതെ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല, സോറി. ഇനി ഇത് നന്ദിനിയുടെയും കൂടി വീടാ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, നല്ലതും ചീത്തയുമായിട്ട്. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത. വന്ന് കേറുമ്പോ തന്നെ റാഗിങ് തുടങ്ങല്ലേ നീലേ? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. വാ. ഇത് മുഴുവൻ സ്വർണം തന്നെയാണോ? അറിയില്ല, സ്വാധീനിച്ച് തന്നതാ. ഓ, അപ്പോ എല്ലാം ഇവിടുന്നായിരുന്നോ? ഞങ്ങള് പാവങ്ങളല്ലേ, ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന സ്വർണം വാങ്ങാനുള്ള കാശ്? നന്ദിനി, ഒന്നിങ്ങ് വന്നേ. ആന്റി, ഒരു മിനിറ്റ്. ഇങ്ങ് വാ. ദേ, നിന്റെ ഈ ചിന്ത ഇന്നത്തോടെ മാറ്റിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ സാധനം ഉണ്ടല്ലോ, വിളക്ക് തന്ന അകത്തേക്ക് കയറ്റിയവള്, അവളെ നിനക്കറിയില്ല. നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ നിന്നെ അവള് തകർത്ത് കളയും. അങ്ങനെയുള്ള ആളാണ് സ്വാതി ചേച്ചി? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതവളുടെ മിടുക്ക്. വേദ എങ്ങനെ ജയിലായെന്നറിയോ? ഇവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാ. അമ്മയെ കൊന്നാണല്ലോ ഞാൻ കേട്ടത്. അത് നീ കേട്ടത്. കേട്ടതാകണമെന്നില്ലല്ലോ സത്യം. എല്ലാം തനിക്ക് വേണമെന്നുള്ള സ്വഭാവക്കാരെ ഈ സ്വാതി. എല്ലാവരും അടക്കി ഭരിക്കണം. ഇപ്പൊ തന്നെ നീ കണ്ടതല്ലേ, ഗിരിയുടെ സഹോദരിയായി ഞാൻ ഒരു കാഴ്ചക്കാരി പോലെ മാറി നിന്നത്. എന്താ കാര്യം? ഞാൻ ഒന്നിലിടപെടുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ദേ, ശ്രദ്ധിച്ചു നിന്നില്ലേ നിന്റെ കാര്യം പോക്കാം. ദേ, ഗിരിക്ക് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, കാശില്ലാത്ത ഒരുത്തിയ മതിന്ന് സ്വാതിക്കായിരുന്നു നിർബന്ധം. അതാവുമ്പോ അവള് കാണിക്കുന്നതെല്ലാം സഹിച്ചങ്ങ് കഴിഞ്ഞോളുമല്ലോ. നിനക്കറിയോ, ഈ വേദയുടെ കാമുകനായിരുന്നു നീല്. നീലിനെ സ്വാതി തട്ടിയെടുത്തതാ. എങ്ങനെ? അതൊക്കെ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. നാറ്റ കേസാ. മാന്യന്മാർ തമ്മിൽ ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല. സ്വന്തം ഭർത്താവിന്റെ കാമുകി അനിയന്റെ ഭാര്യയായിട്ട് വന്ന് ആർക്കെങ്കിലും സഹിക്കോ? പാവം, അവളെ കുറേയിട്ട് കഷ്ടപ്പെടുത്തി. ഒടുക്കം സഹിക്കെട്ട് അവളെന്തോ മരുന്ന് കലക്കി വെച്ചു. സ്വാതിയെ ലക്ഷ്യമിട്ടായിരിക്കും ചെയ്തത്. അതോ ഇനി സ്വയം കുടിച്ച് അവസാനിക്കാനാണാവോ? അവളുടെ കഷ്ടകാലത്തിന് അതെടുത്ത് അമ്മ ഓടിച്ചു. പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. നീ കേട്ടതൊന്നുമല്ല സത്യം. അത് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വഴിയെ നിനക്ക് ഓരോന്ന് പിടിയിട്ടും. ആഹാ, എല്ലാം ഉണ്ടാക്കിയോ? ഉവ്വ്. ഞാൻ വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. വീട്ടിലെ ജോലികൾ അറിഞ്ഞു ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ആ, ഇന്നത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇത് നന്ദിനി ഉണ്ടാക്കിയതാ. ആണോ? കഴിച്ചു നോക്കാം. ചേച്ചി ഇരിക്കേ. കൊഴപ്പില്ല, ഏട്ടത്തി ഉണ്ടാക്കുന്നതിന് അത്ര ടേസ്റ്റ് വന്നിട്ടില്ല. കൂട്ടൊക്കെ ഏട്ടത്തിയോട് ചോദിച്ചു മനസ്സിലാക്കിയാ മതി.
ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തില് ഏട്ടത്തി ബെസ്റ്റാ. വെറുതെ പുകഴ്ത്തണ്ട. ഓരോ സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ട് വിഭവങ്ങൾ നന്നാവുന്നു മാത്രം. അതിനാ ഗിരി ഇങ്ങനെ പറയുന്നത്. നന്നായിട്ടുണ്ട്. നന്ദിനി ഉണ്ടാക്കിയതാ? അതെ. ആ, ഇതാണ് ഭക്ഷണം. നീ ചോദിച്ചു പഠിക്കുന്ന നന്നായിരിക്കും. കണ്ടല്ലോ, ഗൗരിയുടെ അഭിപ്രായം ഇതാ. ഓരോരുത്തർക്കും ഓരോ രുചി. അത് വെച്ചൊന്നും നമുക്കുണ്ടാക്കാൻ പറ്റില്ലേ? അതെ, ഇവിടെ വേലക്കാരിയാവാനാണോ നിന്റെ തീരുമാനം? അടുക്കള ജോലി മുഴുവൻ ചെയ്യാൻ നിന്നോട് ആര് പറഞ്ഞു? ഒരു ദിവസം ചെയ്താ എല്ലാ ദിവസം ചെയ്യേണ്ടി വരും. ദേ, വെറുതെ മണ്ടത്തിന് കാണിക്കില്ല നന്ദിനി. ഇപ്പൊ പോയില്ലേ ആന പോലൊരുത്തി. അവൾ ആരാ മുതലെന്നറിയോ? സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് അവിടെ ഇരുന്ന് സൂഹിക്കും. ഞാൻ അങ്ങനൊന്നും ഓർത്തല്ല. എനിക്കത് മനസ്സിലായി. നീ ഒരു പാവാ. അതാ നിനക്കൊന്ന് മനസ്സിലാവാതിരിക്കുന്നത്. വേദ വന്നപ്പോഴും അവളുടെ രീതി ഇതൊക്കെ തന്നെ ആയിരുന്നു. ആദ്യമൊന്നും വേദയ്ക്കിതൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ പിന്നെ മനസ്സിലാക്കി വന്നപ്പോ അവളും പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോഴാ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോ വേദ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ ഗൗരിയേച്ചി പറയുന്നത്? എന്നല്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സ്വയം ചെയ്തതാണോ അതോ വേറെ ആരെങ്കിലും ചെയ്ത് തലയിലിട്ടതാണോ എന്ന് ആർക്കറിയാം. എന്തും ചെയ്യാൻ മടിയില്ലാത്തവൾ ആ സ്വാതി. വെറും ലോക്കലാ. നീ അങ്ങനല്ലല്ലോ. പഠിപ്പുണ്ട്, വിവരമുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ട അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് ഒരു പ്രത്യേക ഹരം കണ്ടെത്തുന്നവൾ അസ്വാതി. അതല്ലേ ഒന്നും ചെയ്ത് ഞാൻ മാറി നിൽക്കുന്നേ. ഇന്ന് പറ്റിയത് പറ്റി. ഇനി ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? പിന്നെ എന്ത് ചെയ്യുമ്പോഴും എന്നോടൊന്ന് ചോദിച്ചാ മതി. ഞാൻ പറയുന്ന പോലെ ചെയ്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ വേദനയുണ്ടോ കാലിന്? ചെറുതായിട്ട് വേദനയുണ്ട്. അത് മാറിക്കോളും. പിന്നെ ഏട്ടാ, നമ്മള് വിചാരിച്ചതുപോലെയൊന്നും അല്ല. നന്ദിനി കൊള്ളാം. അടക്കോ ഒതുക്കോ ഒക്കെ നല്ലതുപോലെയുണ്ട്. പിന്നെ വിനയം. അടുക്കളയിൽ കയറാനൊക്കെ ഒരു മടിയുമില്ല. പുത്തനച്ചി പുറപ്പുറം തൂക്കുന്ന ഇന്നത്തെ രീതി കണ്ട് അതാണ് ശരിയെന്ന് വിശ്വസിക്കണ്ട. ഏയ്, ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഒരാളെ വിശ്വസിച്ചതിന് ഇപ്പോഴും കിട്ടിയത് ഞാൻ മറന്നിട്ടില്ല. ഇനി ഉരക്കല്ലിൽ ഉരച്ചു നോക്കിയേ വിശ്വസിക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കും. അതാ നല്ലത്. അല്ലെങ്കിൽ വേദയുടെ കാര്യത്തിൽ പറ്റിയത് പറ്റും. വയ്ക്കുന്ന ഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം രുചിയുണ്ട്. കൈപ്പുണ്യമുള്ള കൂട്ടത്തിലാന്നാ തോന്നുന്നേ. കൈപ്പുണ്യം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല. സ്വഭാവം നന്നായി മാത്രം മതി. താനുമായിട്ടും ഈ വീടുമായിട്ടും പൊരുത്തപ്പെട്ടു പോണം. അത്രയേ ഉള്ളൂ എനിക്ക്. ഇതുവരെയുള്ള ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രശ്നമൊന്നുമില്ല. ഇനി പറയാൻ പറ്റില്ല. നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മോനെ വീട്ടിൽ ആദ്യമായിട്ടല്ലേ? ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാ. അകത്തേക്ക് ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഉടനെ പോണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ശരിയാണോ? ഇവിടെ 1-2 ദിവസം താമസിക്കേണ്ടതാ ശരിക്കും. അതിന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഊണ് കഴിച്ചിട്ട് ഞാൻ വിടൂ. അതെന്റെ അവകാശമാ. എതിര് പറയരുത്. കേട്ടോ മോനെ, പണ്ട് ഈ പരിസര നിവാസികൾക്കൊന്നും എന്നോടത്ര മതിപ്പില്ലായിരുന്നു. ഇപ്പൊ കാണണം.
എല്ലാം എന്റെ ഈ മോള് കാരണ. മോന് ഇവളുടെ സ്വഭാവമൊക്കെ പിടിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ കുഴപ്പമില്ല. ഈ കാണുന്ന പോലൊന്നും അല്ല ആള്, തൊട്ടാവാടിയാ. എന്നാലോ ആവശ്യത്തിന് വാശിയും മിടുക്കുമൊക്കെ കാണിക്കുകയും ചെയ്യും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ കുഴപ്പമാവും. എന്തൊക്കെയാ ചെറിയമ്മ പറഞ്ഞു കൊടുക്കുന്നത്? പിന്നെ പറയണ്ടേ, എടി കെട്ടുതാലി കഴുത്തേ കേറിയാ പിന്നെ ഒളിയും മറയും ഒന്നും വേണ്ട. അഥവാ അങ്ങനെ വെച്ചാ തന്നെ അത് അതുപോലത്തെ കാര്യത്തിലായിരിക്കണം. ഈ ചെറിയമ്മയുടെ ഒരു കാര്യം, ഇങ്ങനെയാണോ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് പെരുമാറുന്നത്? ഗിരി നമ്മുടെ സ്വന്തം ആളാ. എനിക്ക് എന്റെ മോനെ പോലെയാ. ഗിരിയേട്ടനകത്തോട്ടിരിക്കും, ഞാൻ ചായ എടുക്കാം. ആ അങ്ങനെ വല്ലതും ചെയ്യും മോനെ. കാഞ്ഞ വിത്ത. ഈ കാണുന്ന പോലൊന്നും അല്ല ആള്. എന്നെ വരെ മൂക്കുകൊണ്ട് ഇക്ഷാന്ന് വരപ്പിച്ചവളാ. ഇനി വന്നേ. പിന്നെ മോൻ വന്നതുകൊണ്ട് ചോദിക്കുക, കാശ് വല്ലതും ഇരിപ്പുണ്ടോ കയ്യില്? കല്യാണം നടത്തിയ വകയില് ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്. എത്ര വേണം? എത്ര കിട്ടിയാലും അത് അധികം ആവില്ല. കടലിൽ കൊണ്ടുപോയി കായം കലക്കുന്ന പോലെയാ എന്റെ കൈ കിട്ടുന്ന കാശ്. ഓട്ടക്കയ്യാ. പക്ഷെ അവൾ അങ്ങനല്ല കേട്ടോ. കീറ് കൃത്യവാ, കാണിശക്കാരിയാ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. മതി. ഇനിയും നമ്മൾ കാണുമല്ലോ. ബാക്കി അപ്പ തന്നാ മതി. പിന്നൊരു കാര്യം, ഞങ്ങള് കാശുകൊണ്ടേ പുറകിലുള്ളൂ. തറവാടിത്തത്തിലും അഭിമാനത്തിലും ഞങ്ങൾ ആർക്കും പുറകിലല്ല. അത് മനസ്സിലായി. ആയല്ലോ. അതുകൊണ്ട് എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കരുത്. മോൻ കുടിപ്പിക്കൂന്നല്ല പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. അതിന്റെ ചില കുറവുകളൊക്കെ കാണും. അതൊക്കെ മോൻ ക്ഷമിക്കണം. നന്നായിട്ട് അവളെ സ്നേഹിക്കണം. കഴിഞ്ഞില്ലേ വർത്തമാനം? ചെറിയമ്മ അടുക്കളയിലേക്ക് ചെല്ല്, വലതും വെച്ചുണ്ടാക്ക്. ഞാനതങ്ങ് മറന്നു. ചെറിയമ്മ ഇങ്ങനെ വാ പോയ കോടാലി പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വാ പോയ കോടാലി ആണെങ്കിലും കൊള്ളേൻ്റെ അടുത്ത് കൊള്ളിക്കാൻ ചെറിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എങ്ങനുണ്ടടി പുതിയ വീട്? കുഴപ്പമില്ല. ആരാ വീട് ഭരിക്കുന്നത്? ഇവിടെ വന്ന സ്വാതിയാണോ? അതെ. അപ്പൊ അവളുടെ കീഴിലാണോ നീ ജീവിക്കുന്നത്? അങ്ങനെ ആരുടെയും കീഴിലൊന്നും അല്ല. എടി മണ്ടി, ആ വീട് നിനക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അപ്പൊ ആ വീട്ടിലെ കാര്യങ്ങൾ നീയും കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതിന് മാത്രം എന്താ ഒരു വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവാറ്? ഒന്നുമില്ലേ? നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആ വീട്ടില് ഒരു മാസം എന്തുമാത്രം വരവുണ്ട്, ചെലവെത്ര, നീക്കിയിരിപ്പെത്ര, ഇതൊക്കെ നിനക്കറിയോ? ഇല്ല. അതാ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ലാന്ന്. വരവും ചെലവും ഒക്കെ നീ അറിയണ്ടേ? നിന്റെ ഭർത്താവും കൂടി അധ്വാനിക്കുന്നതല്ലേ? അയാളുടെ ശമ്പളം എത്ര, അതെന്ത് ചെയ്യുന്നു, അതൊക്കെ നീയും അറിയണം. കഴിയുമെങ്കിൽ ആ വീട്ടിലെ നിയന്ത്രണവും നീ ഏറ്റെടുക്കണം. മുഴുവനായിട്ട് ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പാതിയെങ്കിലും നിന്റെ കയ്യിലിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓ മോളെ, കൂട്ടുകുടുംബം എന്ന് പറയുന്നതേ കഴിവുള്ളൊരു പെണ്ണിന്റെ ഉള്ളം കയ്യിലെ ഈ വരകള് പോലെയാ. ഇതിന്റെ തെളിച്ചവും തെളിച്ചക്കുറവും ഒക്കെ അവിടെ താമസിക്കുന്നവരുടെ ഭാവിയെ പോലും ബാധിക്കും. നന്ദിനി, നന്ദിനി, എന്തു പറ്റി? നല്ല തലവേദന, തല പൊട്ടിപ്പോകുന്ന പോലെ. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതേ ഉള്ളല്ലോ, അപ്പോഴും തലവേദന ഉണ്ടായിരുന്നില്ലല്ലോ. എന്താന്നറിയില്ല, പെട്ടെന്നാ വന്നത്. തലവേദനയൊക്കെ മാറും. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാനില്ല ഗിരിയേട്ടാ, എനിക്ക് വയ്യ. എല്ലാവരും കൂടിയാ പോകുന്നത്. നീ മാത്രം ഇങ്ങനെ വരാതിരുന്ന എങ്ങനെയാ?
എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? ഛെ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരോട് പറയില്ലായിരുന്നു. ആരോട്? ഏട്ടത്തിയോട്. എന്നോട് ചോദിച്ചിട്ടാണോ പറഞ്ഞത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഛെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ പോയിക്കോ. തീരുമാനിച്ചതല്ലേ, അത് മാറ്റണ്ട. ഞാൻ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ, അവരെ കൊണ്ടല്ലോ. അവര് വരുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെ തലവേദന അഭിനയിച്ച് കിടക്കുന്നത്? ഇതാണ് കുഴപ്പം. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഇങ്ങനെ വിഷമിപ്പിക്കാനായിരുന്നെങ്കിൽ എന്തിനാണ് കല്യാണം കഴിച്ചത്? എന്റെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഗിരിയേട്ടന്. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്റെ സ്വരത്തിലൊരു കുത്തലുണ്ട്, അത് വെച്ച് പറഞ്ഞതാ. എങ്കിൽ ഞാൻ ഇനി ഒന്നും പറയാനില്ല. നിങ്ങൾ പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പോയിക്കോ, ആഘോഷം മുടങ്ങണ്ട. ഇത് ആഘോഷമൊന്നും അല്ല. നീ ഇല്ലും ഭേദമായി, അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചതാ. അല്ലാതെ നീ കരുതുന്ന പോലൊന്നും അല്ല. അതിന് ഞാനൊന്നും കരുതിയില്ലല്ലോ. വഴക്കിന് ഞാനില്ല. തലവേദനയാണെന്നല്ലേ പറഞ്ഞത്? കിടന്നോ. വേണമെങ്കിലേ കുറച്ച് ബാം കൂടി പുരട്ടിക്കോ, തലവേദന മാറും. ഈ സാരി കൊള്ളാം ഏട്ടാ. കൊള്ളാം. എവിടെ പോകുന്നു? പുറത്തേക്ക്. നീ വരുന്നില്ലേ? ആരും എങ്ങോട്ടും പോകുന്നില്ല. നന്ദിനിക്ക് ഭയങ്കര തലവേദന. അവള് പരിപാടി ക്യാൻസൽ ചെയ്തു. അപ്പൊ ഗിരിയും ക്യാൻസൽ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ പോവാം. നന്ദിനിക്കുള്ളത് പാഴ്സലും മേടിക്കാം. പാഴ്സലൊന്നും എനിക്ക് വേണ്ട. എനിക്ക് കഴിക്കാനുള്ളത് ഇവിടെ ഉണ്ടല്ലോ, ഞാനത് കഴിച്ചോളാം. എന്നാ ആരും പോകുന്നില്ല. പുറത്തൊക്കെ എപ്പോഴും പോവാലോ. നന്ദിനിയുടെ തലവേദനയ്ക്ക് ഒന്ന് മാറട്ടെ, അപ്പൊ എല്ലാവർക്കും കൂടി പോവാം. ഞാൻ നിങ്ങളൊക്കെ ക്ഷണിച്ചിട്ട് നമുക്ക് പോയിട്ട് വരാം എടുത്തി. ഞാനില്ല, ഞാൻ ഇവിടെ നന്ദിനിയുടെ കൂടെ ഇരുന്നോളാം. എന്നാ ഇവരോട് ഇരിക്കട്ടെ, നമുക്ക് 3 പേർ കൂടി പോയിട്ട് വരാം. അത് വേണ്ട ഗിരി. നന്ദിനി സുഖമില്ലാതിരിക്കുമ്പോ നീ ഞങ്ങളുടെ കൂടെ വന്നാ എങ്ങനെയാ? എനിക്ക് പരാതിയൊന്നുമില്ല. ഏട്ടനും ഏടത്തെയും കൂടെയുള്ള യാത്ര മുടക്കണ്ട ഞാൻ കാരണം. വേണ്ട, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനൊന്നും എനിക്കൊരു കൊതിയുമില്ല. നമുക്ക് വേറൊരു അവസരത്തിലേക്ക് മാറ്റാം. നീ പോയി റെസ്റ്റ് എടുക്ക, തലവേദന ആദ്യം മാറട്ടെ. കണ്ടോ, ഭാര്യയുടെ തലവേദന അല്ല ഗിരിക്ക് പ്രധാനം. അവരെയും കൊണ്ട് പുറത്തു പോവാന്. ഇതാ ഞാൻ പറഞ്ഞത്, ഗിരി സ്വാതിയുടെ അടിമയാണെന്ന്. അവനെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ഭാവിയെ കഷ്ടത്തിലാവുന്നേ. അതൊന്നുമില്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഗൗരി ചേച്ചി കൃത്യസമയത്ത് വിവരങ്ങൾ എത്തിച്ചെന്നാൽ മാത്രം മതി. അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം. അത് പിന്നെ തരാതിരിക്കൂ. ഈ വീട്ടിൽ ആർക്കും നിന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്കുണ്ട്. ഞാനത് കാണിക്കും. അത് മതി. അവള് മനഃപൂർവ്വം മുടക്കിയതാ. എനിക്കും തോന്നി. ഇത് ശരിയാവുന്ന ലക്ഷണം ഇല്ലല്ലോ സ്വാതി. ഇതിങ്ങനെ വിട്ടാ വേദയെപ്പോലെ ആവും നന്ദിനി. അതിനനുവദിക്കാൻ പാടില്ല. ഞാനൊന്ന് ഉപദേശിച്ചാലോ അവളെ? ഉപദേശം അത് വേണോ? അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രത്യേക ടൈപ്പാ അവള്. ഉപദേശം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നത്തിന്. എന്നുവെച്ചാ ഇത് എത്രയാന്ന് വെച്ച് സഹിക്കും? എന്ത് സന്തോഷത്തോടെയാ ഗിരി യാത്ര തീരുമാനിച്ചത്. ആ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് അവള് കളഞ്ഞില്ലേ? മുളയിലെ നുള്ളിയില്ലെങ്കിൽ അപകടമാ. ഞാനത് നുള്ളു ഏട്ടാ, എനിക്കതിനുള്ള അവകാശമുണ്ട്. കല്യാണത്തിന് വരുന്ന എല്ലാവരുടെയും ശ്രദ്ധ നിന്റെ മുഖത്തായിരിക്കും. അതെന്തായാലും നടക്കില്ല. എല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നത് നടനും യുവ കോമളനുമായ നീൽ മഹേഷിനെ ആയിരിക്കും. നീൽ മഹേഷിന്റെ ഭാര്യയും ശ്രദ്ധിക്കും. നീലേ, ദേ നന്ദിനി ബോധമില്ലാതെ കിടക്കുന്നു. വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അയ്യോ, പണിയേറ്റ്. നന്ദിനി, നന്ദിനി, ഏയ് നന്ദിനി.
നന്ദിനി. ഗിരി എന്തു പറ്റി? എന്തു പറ്റിയതാ? അറിയില്ല, ബാത്റൂമിൽ നിന്ന് വന്നപ്പോ ഇവിടെ താഴെ കിടക്കുന്ന കണ്ടു. മാറിക്കേ. നന്ദിനി, നന്ദിനി, ഡോക്ടറെ വിളിച്ചാലോ? ഇങ്ങോട്ട് വിളിക്കുന്നതിനേക്കാളും നല്ലത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാ. ഇനി സീരിയസ് ആണെങ്കിലോ? കൊണ്ടുപോവാം. നീലെ, നിങ്ങൾ കല്യാണത്തിന് പൊയ്ക്കോ. ഞാൻ ഇവിടെയും കൊണ്ട് ആശുപത്രി പോവാം. നീ ഒറ്റയ്ക്കോ? അത് വേണ്ട, ഞങ്ങളും വരാം. ഞാൻ കല്യാണത്തിനും ആശുപത്രിയിലേക്കും ഇല്ല. എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്നും ഇഷ്ടമല്ല. മരുന്നിന്റെ മണം അടിച്ച് എനിക്ക് അപ്പ തല ഇറങ്ങും. പിടിക്ക, പതുക്കെ സൂക്ഷിച്ച്. എല്ലാവരും ഒന്ന് പുറത്തു നിൽക്കണം. സമയം ഇപ്പത്തിന് ഒരുപാട് വൈകി. ഇനിയും വൈകിയ മുഹൂർത്തത്തിന് എത്താൻ പറ്റില്ല. നീലും എടുത്തിയും കല്യാണത്തിന് പൊയ്ക്കോളൂ. ഇവിടെ ഞാനുണ്ടല്ലോ. അത് വേണ്ട ഗിരി. കല്യാണത്തിനേക്കാൾ പ്രധാനമാണല്ലോ നന്ദിനിയുടെ ആരോഗ്യം. അതെ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോയില്ലെങ്കിലും വേണ്ടില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാവട്ടെ. സർ, നന്ദിനി, നന്ദിനി, അറിയോ? ഓക്കെ, അവരെ വിളിക്കേ. ശരി ഡോക്ടർ. ഒരു കുഴപ്പമില്ല. BP നോർമലാ. ബ്ലഡ് റാൻഡം ആണോ എന്ന് ചെക്ക് ചെയ്തു, അതും കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി വല്ലതും കണ്ട് പേടിച്ചിട്ടാണോ നന്ദിനി ബോധം കെട്ടത്? അല്ല, ചില കേസിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അറിയില്ല ഡോക്ടർ. പെട്ടെന്നൊരു മിന്നൽ പോലെ തോന്നി തലയ്ക്കുള്ളില്, പിന്നൊന്നും ഓർമ്മയില്ല. ഇനി ഇതുപോലെ വന്നാൽ ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് നടത്തണം. ഇനി ഇതുപോലൊന്നും വരില്ല ഡോക്ടർ. അതെങ്ങനെ കുട്ടിക്കറിയാം? എനിക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തില് ഇനി അടുത്ത കാലത്തൊന്നും ഒരു കല്യാണവും ഇല്ല. കല്യാണോ? കല്യാണവും ബോധം കെടലും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് പറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലാവില്ല. സ്വാതി, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പോവാം. എന്തിന്? മണി 3 കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ എല്ലാവരും പിരിഞ്ഞു കാണും. ഇനി പോയിട്ട് ഒരു കാര്യവുമില്ല. അവള് മനഃപൂർവ്വം ബോധം കേട്ടതാണെന്നാണോ നീ പറയുന്നത്? അതെ. ഈ കല്യാണത്തിന് ആരും പോവരുത്. അവൾക്കറിയാം ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാ നമ്മൾ ആരും പോവില്ലെന്ന്. അവളുടെ വാശി ജയിച്ചു. ആ, ജയിക്കട്ടെ. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണമെന്നാണല്ലോ. അത് നടക്കട്ടെ. രാഹുൽ, വരാൻ വേണ്ടി ഇറങ്ങിയതാ ഞങ്ങള്. ആ സമയത്താ നന്ദിനിക്ക് പിന്നെ ആശുപത്രി പോകേണ്ടി വന്നു. നന്ദിനി പണ്ട് വേദ, ഇപ്പൊ നന്ദിനി. പേര് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ അല്ലേ? ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും വിചാരിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ മുഖഭാവം അത് വിളിച്ചു പറയുന്നുണ്ട്. പറ്റിപ്പോയി. വിധി എന്ന് കരുതി സമാധാനിക്കാൻ പറ്റാത്ത വിധം എല്ലാം സംഭവിച്ചു പോയി. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലേ? ഓരോന്ന് കഴിയുമ്പോ അല്ലെങ്കിൽ ഓരോന്ന് തിരുത്തുമ്പോ നമ്മൾ കരുതും ഇതോടെ എല്ലാം ശരിയായിന്ന്. എവിടെ? ഉടനെ അടുത്തത് വരും.
ഞങ്ങൾ ആ വിവാഹത്തിന് വരരുതെന്ന് ആ കുട്ടിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്നാ ഞാൻ വിചാരിക്കുന്നത്. അതിനൊരു ചെറിയ നാടകം. അവളുടെ ആഗ്രഹം നടന്നു. സാരമില്ല, മനുഷ്യരിങ്ങനെയൊക്കെ തന്നെയാ. നമ്മൾ വിചാരിച്ചാലൊന്നും ആരെയും മാറ്റാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, കല്യാണത്തിന്റെ വിശേഷങ്ങൾ പറ. നന്നായിരുന്നുവല്ല? ആ, ഒരുവിധം ഒപ്പിച്ചു. കാശിന്റെ ചെറിയ ഞെരുക്കം ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അതെങ്ങനെയാ? ദുരഭിമാനമല്ലേ? ആ വാടക വീട് എടുത്തപ്പോ രാഹുലേട്ടന്റെ സഹായം സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി അതിൽ പിടിച്ച് നീ കയറണ്ട. ഞെരുക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പരിഹരിക്കാൻ പറ്റുന്ന ഞെരുക്കെന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ്. ഞാനതൊക്കെ ഇങ്ങ് മാനേജ് ചെയ്തു. ചെറുക്കൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കാനഡയിലല്ലേ. അങ്ങോട്ട് അയാൾക്കൊപ്പം പോകാൻ പറ്റുന്നതിന്റെ ത്രില്ലില്ല ദേവ. അമ്മായിയും മാറി. എല്ലാം അവരുടെ ഒരു യോഗം കൊണ്ട് സംഭവിച്ചൊന്നും മട്ടില്ല ഇപ്പൊ അവരുടെ പെരുമാറ്റം. നന്ദിനി എവിടെ പോയതാ? പുറത്ത്. ആരെങ്കിലും കാണാനാണോ? അതെ, ചെറിയമ്മയ്ക്ക് ഈ വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോയതാ. എനിക്കേ കുറച്ച് കാശ് വേണം. കാശോ? അതെ, ഒരു 25,000 രൂപ. എന്റെ കയ്യിൽ എവിടെന്ന് 25,000 രൂപ? പിന്നെ ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? ഗിരിയോടല്ലേ ചോദിക്കേണ്ടത്? ഓ, അത് ഞാൻ ഓർത്തില്ല. അവിടെ ചെന്നാ പറയും എല്ലാം ഏട്ടത്തിയോട് പറഞ്ഞാൽ മതിയെന്ന്. ഏട്ടത്തി പറയും അനിയനോട് പറഞ്ഞാൽ മതിയെന്ന്. ശരിക്കും ആരായി വീട്ടിലെ പ്രധാനി? അനിയനോ ഏട്ടത്തിയോ? ദേഷ്യപ്പെടണ്ട. എന്തിനാ ഇത്രയധികം കാശ്? അതെന്തിനാ ഏട്ടത്തി അറിയുന്നത്? അത് കൊള്ളാം. ഞാൻ പിന്നെ അറിയണ്ടേ? ഞാനല്ലേ കാശ് തരാൻ പോകുന്നത്. ഒരു നല്ല കാര്യത്തിന് തന്നെയാ. അത് എന്നോടും കൂടി പറഞ്ഞാൽ എന്താ? എന്തിനാ പറയുന്നത്? എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അത് പറഞ്ഞാ മതി. അതിനിങ്ങനെ വളഞ്ഞു കെട്ടി ചോദിക്കണ്ട. നന്ദിനിയുടെ കുഴപ്പം എന്താണെന്നറിയോ? അനാവശ്യമായിട്ടുള്ള സംശയം. ഞാൻ അങ്ങനെ ചോദിച്ചത് നന്ദിനിയെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇത്രയും വലിയൊരു തുക കൈമാറുമ്പോ ഒരു വീട്ടില് എല്ലാവരും പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ഇത്. അത് നന്ദിനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാശ് തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. എന്നെ ഇങ്ങനെ ക്രോസ് വിസ്താരൊന്നും ചെയ്യണ്ട. നന്ദിനി ദേഷ്യപ്പെടാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനി ഒരു പരിഹാരവും വേണ്ട. ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലായി. അതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കാതിരുന്നാ മതിയല്ലോ. ഇങ്ങനെ കിടന്ന് നാണം കിടണ്ടല്ലോ. നിക്ക, നിന്റെ ഈ സ്വഭാവം എന്ന് മാറുന്നോ അന്ന് നീ നന്നാവും. എന്റെ സ്വഭാവം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നന്നാവോ വേണ്ട, നന്നായിടത്തോളം മതി. കാശ് അനാവശ്യമായി ചെലവാക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. കുട്ടികളെ ട്യൂഷൻ എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പഠിച്ചിട്ടുള്ളവളാ ഞാൻ. കാശെങ്ങനെ പിശുക്കി ചെലവാക്കണമെന്ന് എന്നാരും പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല നന്ദിനി മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. എന്റെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല. എന്നോട് താല്പര്യ സ്നേഹമുള്ള ആളാണെങ്കിൽ ഏട്ടൻ അതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കണം. അതല്ല മറ്റുള്ളവർ പറയുന്നത് പോലെ ജീവിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അതും തുറന്നു പറയണം. അതനുസരിച്ച് ഞാൻ പെരുമാറിയാൽ മതിയല്ലോ. എടി, ഏട്ടത്തി നിന്റെ അമ്മയെ പോലെയാ. ആ സ്ഥാനോ ഏട്ടത്തിക്ക്? എനിക്ക് അമ്മയില്ല. ഈ പ്രായത്തിൽ പുതിയൊരമ്മ എനിക്ക് ആവശ്യമില്ല. അതിനാരും ശ്രമിക്കുകയും വേണ്ട. ശ്രമിച്ചാലും ഞാനത് ഉൾക്കൊള്ളില്ല.